വർഷങ്ങളായി യാത്രാമാർഗമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് വളന്തക്കാട് ദ്വീപ് നിവാസികൾ. ഏറെക്കാലത്തെ പ്രതിഷേധത്തിന് ശേഷം അനുവദിച്ച പാലം നിർമ്മാണം ഇപ്പോൾ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാൽപ്പത്തിരണ്ട് പട്ടികജാതി കുടുംബങ്ങളാണ് വളന്തക്കാട് ദ്വീപിൽ കഴിയുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ ദ്വീപ് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം യാത്രാ ദുരിതമാണ്. വളന്തക്കാട് ദ്വീപിനെയും മരടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമില്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കുന്നത് 240ഓളം അംഗങ്ങളാണ്. മറുകരയിലെത്താൻ ഇപ്പോഴും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് കടത്തുവഞ്ചികളെയാണ്. ദ്വീപ് നിവാസികൾ കാലങ്ങളെ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നോണമാണ് വളന്തക്കാട് പാലം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പാല നിർമ്മാണം തുടങ്ങി 6 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇന്നും തുടരുന്നു. 2019 ഇതിന്റെ കല്ലിട്ട് 2020 പണി തുടങ്ങി. കാരണം കല്ലിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പണി തുടങ്ങി. ഇപ്പോൾ 25 ആയില്ലേ. അപ്പം അത് 2 വർഷം കൊണ്ട്, അതായത് 18 മാസം കൊണ്ട് പറഞ്ഞിരുന്നത്. അപ്പം അതിപ്പോൾ ഇത്രയും നാളായി. അപ്പോൾ അത് ഇതിൻ്റെ കെല്ലുകാരുടെ താമസമുണ്ട്, അല്ലാതെയുള്ള ഫണ്ടിൻ്റെ പ്രശ്നം, അങ്ങനെ പിന്നെ ബാർജുകാരും ഈ കോൺട്രാക്ടറുമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കണം. 18 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ 2019 നവംബറിലാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിനിടെ 2 തവണ ഡിസൈൻ ഉൾപ്പെടെ മാറ്റേണ്ടി വന്നു. നിർമ്മാണ പ്രവൃത്തികൾ പലതവണ തടസ്സപ്പെട്ടു. പാലത്തിന്റെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മളീ പാലത്തിന് നമ്മളിപ്പോൾ ഒരു ഹൈറ്റ് കൂടിയത് കൊണ്ട് നമുക്കത് അതിൻ്റെ അപ്രോച്ച് റോഡിനൊക്കെ ഒരു പ്രൊപ്പോസൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് സ്വരാജിന് നമുക്ക് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. നമ്മൾ അപ്രോച്ച് റോഡിനോ അല്ല സൈഡിനോ അതിനെക്കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടുണ്ടായില്ല. ഒരു പാലം മാത്രമായിരുന്നു നമ്മുടെ ഒരു ഇത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇത് വെച്ചായിരുന്നു. നമ്മളിതിൻ്റെ ഒരു പൊക്കം കുറച്ചുകൊണ്ട് അതിന് അപ്രോച്ച് റോഡ് പൊക്കം കുറച്ച് അപ്രോച്ച് റോഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 60 മീറ്ററോളം വരും നമ്മളൊരു ഇതുവരെ ലാൻഡിങ് വരുന്നത്. അത് കുറക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും 6 കുറുകെ ഈ സാഹസിക യാത്ര നടത്തുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്കൊരു ആംബുലൻസ് കടന്നു പോണ പാലമെങ്കിലും വേണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അത് നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും ഇടപെട്ടത് മുടക്കാൻ നോക്കുന്നു. എന്നാലും നമ്മുടെ ഒരു സ്വപ്നമായ പാലം യാഥാർത്ഥ്യമാവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പാല നിർമ്മാണത്തിലെ അപകടങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരട് മുനിസിപ്പാലിറ്റി കൗൺസിലിൽ കഴിഞ്ഞ ദിവസം പ്രമേയവും പാസാക്കിയിരുന്നു. ഒരു വിദഗ്ധ സംഘം സന്ദർശിക്കണമെന്നും പ്ലാനിലെ പിഴവുകൾ പരിഹരിച്ച വളന്തക്കാട് നിവാസികളുടെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി വളന്തക്കാട് ദ്വീപ് നിവാസികളുടെ പ്രധാന സ്വപ്നമാണ് ഈ പാലം. എന്നാൽ മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികളും പാലം നിർമ്മാണത്തിലെ അപാകതകളും ഈ സ്വപ്നത്തെ പാതി വഴിയിലാക്കി. എന്നെങ്കിലും തങ്ങളുടെ ദുരിതം തീരുമെന്ന പ്രതീക്ഷയിലാണ് ദ്വീപ് നിവാസികൾ. ക്യാമറമാൻ ടിബിൻ ടോമിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.